അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഒരിക്കൽ അലി റളിയല്ലാഹു തആല പറഞ്ഞു, ഒരു മുഅ്മിൻ തേനീച്ചയെ പോലെയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുഅ്മിനു കന്നഹലത്തി ഇദാ അക്കലത്ത് അക്കലത്ത് ത്വയ്യിബ വഇദാ വളഅത്ത് വളഅത്ത് ത്വയ്യിബ വഇദാ വഖഅത്ത് അലാ ഊദിൻ ലം തുക്സിറുഹു. മുഅ്മിൻ തേനീച്ചയെ പോലെയാണ്. തേനീച്ച, പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ തേനീച്ചയെക്കുറിച്ച് പരാമർശമുണ്ട്. തേനീച്ചയുടെ നാമധേയത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട്. 16-ാമത്തെ അധ്യായം സൂറത്ത് നഹൽ എന്നാണ്. അന്നഹൽ, തേനീച്ച. 16-ാമത്തെ അധ്യായത്തിൻ്റെ പേരതാണ്, തേനീച്ച എന്നാണ്. അതിൽ 68-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വ ഔഹാ റബ്ബുക ഇലൻ നഹൽ. തേനീച്ചകളിലേക്ക് അല്ലാഹു തആല ബോധനം നൽകി, വഹയി നൽകി. പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ വഹയി എന്ന പ്രയോഗം അല്ലാഹു തആല നടത്തിയേക്കുന്നത് അംബിയാ മുർസലുകൾക്കാണ്. അംബിയാ മുർസലുകൾക്ക് അല്ലാതെ വഹയി എന്ന പ്രയോഗം നടത്തിയേക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് 3 ആളുകളിലേക്ക്. ഒന്ന് തേനീച്ചയിലേക്ക്, മറ്റൊന്ന് വൗഹൈന ഇലാ ഉമ്മിക്ക, മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയിലേക്ക് വഹയി കൊടുത്തു എന്ന് കാണാം. പിന്നെ ഒന്ന് ബിഅന്ന റബ്ബക ഔഹാലഹ, ഭൂമിക്ക് അല്ലാഹു തആല ബോധനം നൽകിയെന്ന് സൂറത്തു സിൽസാലിൽ പറയുന്നതായിട്ടും കാണാം. ഇങ്ങനെ ഈ 3 വിഭാഗത്തിന് മാത്രമാണ്, 3 ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു തആല വഹയി കൊടുത്തു, ബോധനം നൽകി എന്ന് പ്രയോഗം പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് അന്നഹൽ, തേനീച്ചയോടാണ്. വ ഔഹാ റബ്ബുക ഇലൻ നഹൽ. നഹൽ, തേനീച്ചയിലേക്ക് അല്ലാഹു തആല ബോധനം നൽകി, തേനീച്ചകൾക്ക് അല്ലാഹു തആല ബോധനം നൽകി എന്ന് സൂറത്തുൻ നഹലിൽ തന്നെ 68-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ തേനീച്ച, അതിനെ സംബന്ധിച്ചാണ് അലി റളിയല്ലാഹു തആല പറയുന്നത്, അൽ മുഅ്മിനു കന്നഹലത്തി, ഒരു വിശ്വാസി തേനീച്ചയെ പോലെയാണ്. എന്താണ് തേനീച്ചയുടെ പ്രത്യേകത? ഇദാ അക്കലത്ത് അക്കലത്ത് ത്വയ്യിബ, അത് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇദാ അക്കലത്ത് ത്വയ്യിബ, അത് കഴിക്കുന്നത് നല്ല. ഇദാ വളഅത്ത് വളഅത്ത് ത്വയ്യിബ, അത് ഉപേക്ഷിക്കുന്നതും നല്ലത് തന്നെയാണ്. തേനീച്ച തേനാണല്ലോ തരുന്നത്, തേനിനെയാണ് അത് ഉപേക്ഷിക്കുന്നത്. അത് കഴിക്കുന്നതും നല്ലതാണ്, ഉപേക്ഷിക്കുന്നതും നല്ലതാണ്. വഇദാ വഖഅത അലാ ഊദിൻ, അത് ചെറിയൊരു ഉണക്ക കമ്പിൽ ഇരുന്നാലും ലം തുക്സിറുഹു, ആ തേനീച്ച ഉണക്ക കൊമ്പിനെ ഒടിച്ചു കളയുകയില്ല. അത്രക്ക് നൈർമല്യമുള്ളതാണ് തേനീച്ച. നമ്മുടെ ശരീരത്തിൽ ഇരുന്നു എന്ന് പോലും അറിയില്ല, അത്രക്ക് ഭാരം കുറവാണ്, നൈർമല്യമുള്ളതാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും, വിശ്വാസി കൊടുക്കുന്നതും നല്ലതായിരിക്കും. വിശ്വാസി എവിടെയെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രയാസവും വിശ്വാസി ഉണ്ടാക്കുകയില്ല. ഇതാണ് അലി റളിയല്ലാഹു തആല പറയുന്നത്. ആലോചിച്ച് നോക്കൂ, അൽ മുഅ്മിനു കന്നഹലത്തി, ഒരു വിശ്വാസി തേനീച്ചയെ പോലെയാണ്. തേനീച്ച ചെയ്യുന്നതോ കഴിക്കുന്നത് നല്ലത്, ഉപേക്ഷിക്കുന്നത് നല്ലത്. എവിടെയെങ്കിലും ഇരുന്നാൽ ഒരു പ്രയാസം ഉണ്ടാക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ ഈച്ചയെ പോലെയാണ്. ഈച്ചയുടെ സ്വഭാവമാണ്. ഈച്ചയുടെ സ്വഭാവം അത് മുറിവുകളും വ്രണങ്ങളും അന്വേഷിച്ച് നടക്കലാണ് ഈച്ചയുടെ സ്വഭാവം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, കുൻ കന്നഹലത്തി ലാ തകുൻ കദ്ദുബാബി, നീ തേനീച്ചയെ പോലെയാകണം, ഈച്ചയെ പോലെ ആകരുത് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണവും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.